ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഇലക്ട്രോണിക് കോമ്പോണൻറ്റ്സ്. നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് എങ്ങനെ ഇലക്ട്രോണിക് കോമ്പോണൻറ്റ്സ് ടെസ്റ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ റെസിസ്റ്റർ, ഡയോഡ്, ട്രാൻസിസ്റ്റർ ഇതാണ് ആദ്യമായി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഇലക്ട്രോണിക്സ് കോമ്പോണൻറ്റ്സ്. നമ്മളൊരു ഡിജിറ്റൽ മൾട്ടിമീറ്ററിനെ കുറിച്ച് പരിചയപ്പെടാൻ പോവുകയാണ്. ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് എല്ലാം മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ കുറേ സെലക്ടിങ് പോയിൻ്റ് ഉണ്ട്, റൊട്ടേറ്റിംഗ് നോബുണ്ട്. ഈ നോബ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ ഫംഗ്ഷനും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. വോൾട്ടേജ് DC വോൾട്ടേജ് മെഷർ ചെയ്യുന്നത് ഈ റേഞ്ചിലായിരിക്കും. അവിടെ നമുക്ക് അതിൻ്റെ റേഞ്ച് പല മീറ്ററിനും പല റേഞ്ച് ആയിരിക്കും കാണിക്കുന്നത്. ഓരോ മീറ്ററിൻ്റെയും കപ്പാസിറ്റി അനുസരിച്ച് പലതായിരിക്കും. ചിലത് നമുക്ക് വലിയ റേഞ്ചൊക്കെ അളക്കാവുന്ന മൾട്ടിമീറ്റർ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് 2 പ്രോബുണ്ട്, ഒരു പോസിറ്റീവും നെഗറ്റീവും പ്രോബുണ്ട്. ഈ പ്രോബ് നമുക്ക് ആദ്യമേ ഒന്ന് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി, പ്രോബും മൾട്ടിമീറ്ററും കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഈ പ്രോബിൻ്റെ പോസിറ്റീവും നെഗറ്റീവും പോയിൻറ്റുകൾ തമ്മിൽ നമുക്കൊന്ന് മുട്ടിച്ച് നോക്കുമ്പോൾ ഇത് ബസർ റേഞ്ചിൽ ഇട്ടുകൊണ്ട് നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ബസർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രോബും മൾട്ടിമീറ്ററും ഏകദേശം ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി നമുക്ക് റെസിസ്റ്റൻസ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നോക്കാം. ഇതാണ് ഒരു റെസിസ്റ്റർ, അതിന് 2 ലെഗുണ്ട്. നമുക്ക് അതിൻ്റെ കളർ കോഡ് നമുക്കിവിടെ കാണാൻ പറ്റും. 2.2 കിലോ ഓം റെസിസ്റ്ററാണ്. നമുക്ക് ടോളറൻസ് ഉണ്ട്, ഗോൾഡാണ്, ±5% ആണ് ടോളറൻസ് വരുന്നത്. ഈ റെസിസ്റ്റൻസ് എങ്ങനെ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ 2 പ്രോബ് നമ്മൾ എടുക്കുക. ഈ റെസിസ്റ്ററിന് പൊളാരിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രോബുകൾ ഏത് ഡയറക്ഷന് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു ലെഗിലേക്ക് ഒരു പ്രോബ് കണക്ട് ചെയ്യുക. മറ്റേ പ്രോബ് നമ്മൾ അടുത്ത ലെഗിലാണ് കണക്ട് ചെയ്യേണ്ടത്. അതിനു മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിമീറ്ററിൻ്റെ റൊട്ടേഷൻ സ്വിച്ച് നമ്മൾ സെലക്ട് ചെയ്യണം. അത് നമുക്ക് 2.2 കിലോ ഓം ആയതുകൊണ്ട് ഈ മൾട്ടിമീറ്ററിൻ്റെ റേഞ്ച് നമ്മൾ നോക്കുക. 2 കിലോ ഓം കഴിഞ്ഞാൽ 20 കിലോ ഓം ആണ് നമുക്ക് റേഞ്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ റെസിസ്റ്റർ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ നോബ് സെലക്ട് ചെയ്യണം. ഇപ്പം നമ്മൾ 2 കിലോ ഓമിലാണ് സെലക്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 20 കിലോ ഓമിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രോബിലേക്ക് അടുത്ത ലെഗ് കൂടെ നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു വാല്യൂ കാണിക്കും. നമ്മൾ ഒരു കാരണവശാലും റെസിസ്റ്റർ ചെക്ക് ചെയ്യുമ്പോൾ 2 കൈയും നമ്മൾ ഈ പ്രോബിലോ ലെഗിലോ ടച്ച് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു കൈ മാത്രമേ ഈ കോണ്ടാക്റ്റ് പിടിക്കാവുള്ളൂ. മറ്റേ പ്രോബ് നമ്മൾ കൈയിൻ്റെ സഹായമില്ലാതെ തന്നെ ആ പിന്നിലേക്ക് നമ്മൾ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമുക്കിവിടെ മീറ്ററിൽ നമുക്ക് 2.15 കിലോ ഓംസ് എന്ന് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ബാക്കി ടോളറൻസ് ആണ്. അപ്പം ഈ റെസിസ്റ്റൻസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലായല്ലോ. അടുത്തത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്ന ഒരു സിലിക്കൺ ഡയോഡാണ്. ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണിത്. അപ്പോൾ ഈ സിലിക്കൺ PN ജംഗ്ഷൻ സെമി കണ്ടക്ടർ ഡിവൈസ് ആണിത്. ഇതിൽ നമ്മൾ സിലിക്കൺ ഡയോഡ് എങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് 2 ടെർമിനലാണുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഡയോഡ് ഒരു യൂണി ഡയറക്ഷൻ ഡിവൈസാണ്. ഒരു സൈഡിലേക്ക് മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ, തിരിച്ച് കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. ഈ ഡയോഡിന് എപ്പോഴും ഒരു പൊളാരിറ്റി ഉണ്ടായിരിക്കും. അത് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഈ ഒരു സിൽവർ കളറിലുള്ള റിങ് കാണും. ആ ഭാഗം നെഗറ്റീവും ഈ ഭാഗം പോസിറ്റീവും ആയിരിക്കും. മൾട്ടിമീറ്ററിൻ്റെ സെലക്ടർ സ്വിച്ച് ഡയോഡ് പൊസിഷനിലേക്ക് ഇടുക, സെലക്ട് ചെയ്യുക. ആ ഡയോഡ് പൊസിഷനിലായിരിക്കണം അതിൻ്റെ സെലക്ടർ സ്വിച്ച് ഇരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ മൾട്ടിമീറ്ററിന് 2 പ്രോബുകളുണ്ട്, നേരത്തെ പറഞ്ഞായിരുന്നു. ഒരു റെഡ് കളറും ഒരു ബ്ലാക്ക് കളറും. അപ്പോൾ നമ്മൾ ആദ്യമേ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് കണക്ട് ചെയ്യാം. റെഡ് എടുത്ത് ഈ ഡയോഡിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ലീഡിൽ ബ്ലാക്ക് കളർ വയ്ക്കുക. ഇപ്പോൾ സ്ക്രീനിൽ നോക്കുമ്പോൾ സ്ക്രീനിൽ ഒരു മാറ്റവുമില്ല. ഇപ്പം കാണുന്നുണ്ടല്ലോ, ഒരു മാറ്റവുമില്ല, ഒരു ചേഞ്ചസും വരുന്നില്ല. അപ്പോൾ നമുക്കറിയാം ഇത് ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കാം ഇത് നമ്മൾ ഈ മൾട്ടിമീറ്റർ കണക്ട് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് തിരിച്ച് ഡയോഡിനെ തിരിച്ച് വയ്ക്കുക.
ഇപ്പോൾ നമ്മൾ റെഡ് കളറ് ആണ് ലെഫ്റ്റ് ഹാൻഡിലിരിക്കുന്നത്, റൈറ്റ് ഹാൻഡിൽ ബ്ലാക്ക് ആണ്. ഇതിലേക്ക് കണക്ട് ചെയ്തു. ഇപ്പോൾ സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വാല്യൂ കാണുന്നുണ്ട് 563 എന്ന്. ഈ 563 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സിലിക്കൺ ഡയോഡിൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.6 to 0.7 വോൾട്ടേജ് ആണ്. അപ്പോൾ ഇവിടെ കാണുന്നത് 563 എന്ന് പറഞ്ഞാൽ 0.563 എന്നാണ്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 0.6 വോൾട്ടേജ് ആണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇതൊരു സിലിക്കൺ ഡയോഡാണ്. ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡാണ്. ഇത് പോസിറ്റീവ് സൈഡും ഇത് നെഗറ്റീവ് സൈഡുമാണ്. മൾട്ടിമീറ്ററിൻ്റെ പ്രോബിനെ മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഏത് രീതിയിലാണ് കണ്ടക്ഷൻ നടക്കുന്നത്, ആ സൈഡ് ഏത് പ്രോബാണോ അതായിരിക്കും അതിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈഡ് ഇപ്പം പ്രോബ് ഇരിക്കുന്നത് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് അത് നെഗറ്റീവ്, സ്വാഭാവികമായിട്ട് ഇത് എന്തായിരിക്കും, റെഡ് ആയിരിക്കും. അപ്പോൾ ഇത് പോസിറ്റീവും ആയിരിക്കും. വർക്കിംഗ് ഡയോഡ് എങ്ങനെ മൾട്ടിമീറ്റർ റീഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അടുത്ത് നമ്മൾ ഒരു കണ്ടീഷനുണ്ട് വർക്കിംഗ്, അതായത് ഷോർട്ട് കണ്ടീഷനുണ്ട്, ഓപ്പൺ കണ്ടീഷനുണ്ട്. നമുക്കൊരു ഓപ്പൺ ഡയോഡ് എങ്ങനെ മൾട്ടിമീറ്റർ റീഡ് ചെയ്യുമെന്ന് നോക്കാം. ഇത് രണ്ട് പോസിറ്റീവും നെഗറ്റീവും നമ്മൾ പിന്നെ ഡയോഡിൻ്റെ നെഗറ്റീവും പോസിറ്റീവും സൈഡ് കാതോഡിലും ആനോഡിലും അപ്ലൈ ചെയ്തിട്ടും ഒരു റീഡിങ്സും മൾട്ടിമീറ്ററിൽ കാണിക്കുന്നില്ല. നമ്മൾ ഡയോഡ് വീണ്ടും റിവേഴ്സ് ആയിട്ട് പൊളാരിറ്റി തിരിച്ചു കൊടുത്തു, അന്നേരം ഒരു റീഡിങ്സും കാണിക്കുന്നില്ല. അതായത് ഈ ഡയോഡ് ഓപ്പൺ ആയെന്ന് പറയാം, അതായത് ഒരു ഇൻസുലേറ്ററായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഡയോഡിൻ്റെ കണ്ടീഷൻ ഡാമേജ് ആയെന്ന് വേണമെങ്കിൽ പറയാം. അതേ കണക്ക് തന്നെ നമുക്ക് സെയിം ടൈമിൽ നമുക്കൊരു ഷോർട്ട് ഡയോഡൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഷോർട്ട് ഡയോഡ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് കേട്ടോ ഇവിടെ ഒരു ബസർ സൗണ്ട് കേൾക്കുന്നത്, അതായത് ഒരു കണ്ടക്ടറായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്തും ഒരു ഡയോഡിൻ്റെ വർക്കിംഗ് അല്ല. അപ്പം ഈ ഡയോഡ് ഷോർട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നമുക്ക് ഡയോഡിൻ്റെ ഒരു 3 കണ്ടീഷൻ പറയാം. നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻ നമ്മൾ ആദ്യം കാണിച്ചു, അവിടെ നമ്മൾ ഒരു സൈഡിലോട്ട് റീഡിങ്സ് കാണിച്ചു, ഒരു ഡയറക്ഷണൽ കറണ്ട് ഫ്ലോ അനുവദിച്ചുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. പിന്നെ രണ്ടാമത് 2 സൈഡിലോട്ട് റീഡിങ്സ് കാണിച്ചില്ല, അതായത് ഓപ്പൺ ആയിപ്പോയി. മൂന്നാമത് ടെസ്റ്റ് ചെയ്ത ഡയോഡിനകത്ത് നമുക്ക് അത് ബസർ സൗണ്ടാണ് കേട്ടത്. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാവുന്നത് അത് ഷോർട്ടായി. അങ്ങനെ നമുക്ക് ഡയോഡ് നമുക്കിങ്ങനെ മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ലീഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ നമുക്കറിയാം ഒരു ട്രാൻസിസ്റ്ററിന് എമിറ്റർ, ബേസ്, കളക്ടർ എന്ന് പറയുന്ന 3 ലീഡുകളുണ്ടാവും, 2 ജംഗ്ഷനും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ 3 ലീഡുകൾ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഒപ്പം ഈ ട്രാൻസിസ്റ്റർ വർക്കിംഗ് കണ്ടീഷനിലുള്ളതാണോ അതോ ഡാമേജ് ആണോ എന്നുള്ളതും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ മൾട്ടിമീറ്റർ എടുക്കാം. മൾട്ടിമീറ്ററിൻ്റെ സെലക്ടർ സ്വിച്ച് ഡയോഡ് പൊസിഷൻ സെലക്ട് ചെയ്യുക. ആ ഡയോഡ് പൊസിഷനിലായിരിക്കണം അതിൻ്റെ സെലക്ടർ സ്വിച്ച് ഇരിക്കേണ്ടത്. അപ്പം അവിടെ കാണിക്കുന്നത് ഇതുപോലൊരു 1 എന്ന് പറയുന്നൊരു സിമ്പലായിരിക്കും കാണുന്നത്. പക്ഷേ ഇത് റീഡിംഗ് വാല്യൂവിനെ അല്ല റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ട്രാൻസിസ്റ്ററിൻ്റെ 3 ലീഡുകൾ ഉണ്ടായിരിക്കും. പ്രോബിന് മൾട്ടിമീറ്റർ പ്രോബ് 2 ആയിരിക്കും. അപ്പോൾ ഈ മൾട്ടിമീറ്ററിൻ്റെ ഒരു പ്രോബ് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഏതെങ്കിലും ഒരു ലീഡിൽ വയ്ക്കാം. ഏത് വേണമെങ്കിലും നമുക്ക് വയ്ക്കാം. അതിൽ ഞാൻ ഒരു ലീഡിലേക്ക് അതിൽ ഒരു ബ്ലാക്കോ റെഡോ ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും നമുക്ക് വയ്ക്കാം. ഒരു ലീഡിലേക്ക് ഞാൻ വെച്ചതിന് ശേഷം ഈ അടുത്ത ഒരു ലീഡ് പ്രോബ് ഉണ്ടായിരിക്കുമല്ലോ മൾട്ടിമീറ്ററിൻ്റെ, അത് അടുത്ത ലീഡ് ഏതെങ്കിലും ഒരു ലീഡിലേക്ക് ഞാനത് സെലക്ട് ചെയ്തു. ഞാൻ ഇതിലേക്ക് നോക്കിയപ്പോൾ മൾട്ടിമീറ്ററിൽ ഇപ്പോൾ ഒരു റീഡിംഗ് വാല്യൂ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യമേ ഇങ്ങനെ തന്നെ കിട്ടണമെന്നില്ല. ഞാനിപ്പോൾ സെലക്ട് ചെയ്തത് ഈ രീതിയിൽ എൻ്റെ പിന്ന് ഞാൻ സെലക്ട് ചെയ്തത് കൊണ്ടാണ് ഇത് ആ രീതിയിൽ വന്നത്. അല്ലെങ്കിൽ ഇത് ചിലപ്പം ഇത് 1 തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ഇപ്പം നിലവിൽ ഇത് കാണിക്കുന്നത് 722 എന്നുള്ളൊരു വാല്യൂ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു പോയിൻ്റ് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡിലോ റൈറ്റ് ഹാൻഡിലോ ഇരിക്കുന്ന ആ സെലക്ട് ചെയ്തിരിക്കുന്ന പ്രോബിൻ്റെ ലീഡ്, അതായത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഒരു ലീഡ് ബേസ് ആയിരിക്കും, അതായത് കോമൺ ആയിരിക്കും നമുക്ക് ഒരു പോയിന്റിലേക്ക് കാണിക്കുന്നത്. അതായത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇതിനകത്ത് സെലക്ട് ചെയ്തു. അപ്പോൾ ഇതിലേതോ ഒരു പോയിന്റ് കോമൺ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ ഇരിക്കുന്നത് തന്നെയാണ് ഞാൻ പെർമനൻ്റ് ആക്കി വെച്ചിട്ട് അടുത്ത ലീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ ഇരിക്കുന്നതാണ് ബേസ് എന്നുള്ളത്. അപ്പോൾ ഇതിലേക്കും കോമൺ ആയിട്ട് കാണിക്കുന്നുണ്ട്, ഇതിലേക്കും കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലിരിക്കുന്ന ഈ ഒരു ലീഡാണ് എനിക്ക് ബേസ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിൽ ഇനി ബേസ് ഉണ്ടായിരിക്കും. ബാക്കി 2 പോയിന്റുകളാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അതിൽ ഒന്ന് കളക്ടറോ ഒന്ന് എമിറ്ററോ ആയിരിക്കും. അത് നമ്മൾ നോക്കേണ്ടത് ഇതിലേക്ക് നോക്കുമ്പോൾ ഇതിനകത്ത് റീഡിംഗ് വാല്യൂ 717 എന്ന് കാണിക്കുന്നു. അടുത്ത വാല്യൂ 722 എന്നുള്ളൊരു വാല്യൂ കാണിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്
ഏറ്റവും കൂടുതൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉള്ളത് എവിടെയാണോ അതായിരിക്കും എമിറ്റർ, അതിൽ കുറഞ്ഞുള്ള വാല്യൂ കാണിക്കുന്നത് കളക്ടറിലുമായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം കാണിച്ച ഈ സെൻറ്റർ പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് കളക്ടറും ഈ ലീഡ് എന്ന് പറയുന്നത് എമിറ്ററും ആയിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഈ ലെഫ്റ്റ് ഹാൻഡിലിരിക്കുന്ന പെർമനൻ്റായിട്ട് വെച്ചിരിക്കുന്ന ഈ ലീഡ് എന്തായിരിക്കും? ബേസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ആദ്യമേ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ തന്നെ കിട്ടണമെന്നില്ല. നമുക്ക് ആദ്യമോ കണ്ടിന്യൂറ്റി കാണിക്കത്തില്ല. എപ്പോഴാണോ കണ്ടിന്യൂറ്റി കാണിക്കുന്നത് ആ സമയത്തായിരിക്കും ആ ബേസ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ നോക്കുമ്പോഴൊന്നും കാണത്തില്ലായിരിക്കും. നമ്മൾ സെലക്ട് ചെയ്യുന്ന ബേസിൽ തന്നെ കൊണ്ടുവയ്ക്കുമ്പോഴേ നമുക്ക് അത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡിലിരിക്കുന്നത് ബ്ലാക്ക് കളറോടുകൂടിയ പ്രോബാണ്, അതായത് നെഗറ്റീവ് പ്രോബാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നോക്കിയ സമയത്ത് ആ ഇതിലിരിക്കുന്ന കോമൺ ആയിട്ടിരിക്കുന്ന, അതായത് ഈ കയ്യിലിരിക്കുന്ന കോമൺ ആയിട്ടിരിക്കുന്ന ആ പിന്നെന്ന് പറയുന്നത് ബേസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ബേസ് ഏത് കളറാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ അത് കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറാണ്. അപ്പോൾ കോമൺ ആയിട്ട് വന്ന കളർ ഏത് കളറാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നെഗറ്റീവ്. അപ്പോൾ ആ നെഗറ്റീവ് പിന്നെന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മളെ ബേസ് ആണ്. അപ്പം ബേസ് എന്ന് പറഞ്ഞാൽ N ആണ്. അപ്പം ഇത് രണ്ടും എന്തായിരിക്കും? ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ആ അപ്പുറത്തെ ബേസിന് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് കളക്ടറും എമിറ്ററും ആയിരിക്കും. അത് P ആയിരിക്കും. ഇതും P ആയിരിക്കും. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ട്രാൻസിസ്റ്റർ എന്നാൽ PNB ട്രാൻസിസ്റ്ററാണ്. PNB ട്രാൻസിസ്റ്ററാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ഓക്കെ, ഇതിൽ ഒരു രീതിയിലും കണ്ടിന്യൂറ്റി കാണിച്ചില്ല എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ട്രാൻസിസ്റ്റർ ഡാമേജ് അല്ലെങ്കിൽ ഓപ്പൺ ആയിരിക്കും. ഇത് എല്ലാ രീതിയിലും ഇത് കണ്ടിന്യൂറ്റി കാണിച്ചു കഴിഞ്ഞാൽ ഇതിനെ പറയുന്നത് ഷോർട്ട് എന്നാണ് പറയുന്നത്. ഈ കാണുന്നത് ഒരു NPN ട്രാൻസിസ്റ്ററാണ്. എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് പറയുകയാണ് NPN ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ ഈ NPN ട്രാൻസിസ്റ്റർ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ നേരത്തെ ചെയ്തതുപോലെ ഏതെങ്കിലും ഒരു ലീഡിൽ ഒരു പ്രോബ് വയ്ക്കുക. ഏത് ലീഡായാലും കുഴപ്പമില്ല. അടുത്ത ഒരു ലീഡിലേക്ക് മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് കണക്ട് ചെയ്തു. അപ്പോൾ സ്ക്രീനിൽ ഒരു ചേഞ്ചും ഇല്ല. അടുത്തത് ഞാനത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ വെച്ചിട്ട് സെൻറ്റർ പോയിന്റിലേക്ക് നോക്കി. അപ്പോഴും ഒരു ചേഞ്ചസും കാണുന്നില്ല. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിനെ ഒന്ന് തിരിച്ച് അടുത്ത റൈറ്റ് സൈഡിൽ തിരിച്ച് കൊണ്ടുവന്നിട്ട് ലെഫ്റ്റ് ഹാൻഡിലേക്ക് പിടിക്കുന്നു. അവിടേക്ക് കാണിക്കുന്നു. അവിടെയും മെഷർമെൻറ്റ് വാല്യൂ ഒന്നും കാണിക്കുന്നില്ല, ഇപ്പോഴും കാണിക്കുന്നില്ല. അപ്പം നമുക്ക് ഇനി ഒരു പോയിൻ്റ് കൂടെ ഉണ്ട്, സെൻറ്ററിലെ പോയിൻ്റ്. അതിലേക്ക് മൾട്ടിമീറ്റർ ഒന്ന് മാറ്റി വെച്ച് നോക്കുക. പ്രോബ് റെഡ് കളർ ഞാൻ അങ്ങോട്ട് വെച്ചു. എപ്പോഴാണോ റീഡിംഗ് വാല്യൂ കാണിക്കുന്നത്, ഇപ്പോഴും റീഡിംഗ് വാല്യൂ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലാക്കാം സെൻറ്റർ പോയിന്റിലിരിക്കുന്നത് തന്നെയാണ് ബേസ്. ഇപ്പോൾ എന്ത് കളറാണുള്ളത് സെൻറ്റർ പോയിന്റിലുള്ളത്? ബേസ് നമുക്കറിയാം ഇത് പോസിറ്റീവാണ്. അപ്പം പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കോമൺ ഏത് കളറാണോ, അപ്പോൾ കോമൺ കളർ എന്ന് പറഞ്ഞപ്പോൾ റെഡാണ്. അപ്പോൾ പോസിറ്റീവ്. അപ്പോൾ അത് ബേസ് ആയിരിക്കും. രണ്ട് സൈഡിലത്തോട്ടും കാണിക്കുന്ന കോമൺ പോയിന്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? ബേസ് ആയിരിക്കും. അപ്പോൾ ബേസ് പോസിറ്റീവ് ആണെങ്കിൽ അത് NPN ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി NPN ട്രാൻസിസ്റ്ററാണെന്ന് മനസ്സിലായി. പക്ഷേ ഇതിനകത്ത് എമിറ്റർ കളക്ടർ നമുക്ക് തിരിച്ചറിയാനുണ്ട്. ബേസ് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി. ഇനി ഇതിൻ്റെ കളക്ടറും എമിറ്ററും ഏതാണെന്ന് തിരിച്ചറിയും. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ 686 ആണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. അടുത്ത വാല്യൂ ഏതാണെന്ന് നോക്കുക. 682 ആണ്. 682ഉം 686ഉം ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ വോൾട്ടേജ് ഡ്രോപ്പ് കാണിക്കുന്നത് ഏതാണോ അത് എമിറ്റർ ആയിരിക്കും. അതിൽ കുറവ് കാണിക്കുന്നത് എപ്പോഴും കളക്ടർ ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ 686 ആണ്. 686ഉം ഇവിടെ 82 ആണ്. 682 ആണ്. അപ്പോൾ ഇതാണല്ലോ കുറവ്. അപ്പോൾ ഇതായിരിക്കും കളക്ടർ. ഈ ഭാഗത്ത് കൂടുതലുള്ളത് ഇത് എമിറ്റർ ആയിരിക്കും. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ കളക്ടർ ബേസ് എമിറ്റർ, കളക്ടർ ബേസ് എമിറ്റർ. അപ്പോൾ നമുക്ക് ട്രാൻസിസ്റ്റർ മനസ്സിലാക്കാൻ പറ്റി. കളക്ടറും എമിറ്ററും ബേസും തിരിച്ചറിഞ്ഞു. ഇത് NPN ആണോ PNB ആണോ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. ഇനി ഇത് എങ്ങനെയാണോ ഡാമേജ് വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു കണ്ടീഷൻ അല്ലാതെ ഏതെങ്കിലും കണ്ടീഷൻ അധികമായിട്ട് കാണിച്ചാൽ, അതായത് ഇപ്പം കോമണും ആയിട്ട് മാത്രമേ കണക്ഷൻസ് കാണിക്കാൻ പാടുള്ളൂ. ഇനി ഇത് വേറെ ഏതെങ്കിലും ഒരു പോയിന്റുമായിട്ടും ഇതുപോലെ കണ്ടിന്യൂറ്റി കാണിക്കുന്നെങ്കിൽ തിരിച്ചും ഇപ്പോൾ ഇവിടെ കാണിക്കത്തില്ല, നല്ലതായത് കൊണ്ട് കാണിക്കത്തില്ല. ഈ രീതിയിൽ അടുത്ത രീതിയിലും കാണിക്കുമെങ്കിൽ അത് ഷോർട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ബേസും
എമിറ്ററുമായിട്ടും ബേസും കളക്ടറും മാത്രമേ നമ്മൾ കണ്ടിന്യൂറ്റി കാണിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ട്രാൻസിസ്റ്ററും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. വ്യത്യസ്തമായ ഫ്രീക്വൻസിയിലും വോൾട്ടേജിലും കറണ്ട് റേറ്റിംഗിലും അനുസരിച്ച് പലതരത്തിലുള്ള ട്രാൻസിസ്റ്ററുകൾ ലഭ്യമാണ്. ഇത് ഓരോന്നും ഓരോ ഉപയോഗത്തിന് വേണ്ടിയാണ്. ഉദാഹരണത്തിന് BC147, BC547, BF194. ഇതിലെ ഓരോ ട്രാൻസിസ്റ്ററിൻ്റെയും പിൻ കോൺഫിഗറേഷൻ പലതരത്തിലായിരിക്കും. സൈഡ് പിന്ന് ബേസായി വരുന്നതും ചില ട്രാൻസിസ്റ്ററിൻ്റെ സെൻറ്റർ പിന്ന് ബേസായി വരുന്നതും ഉണ്ടാകും. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് അത് ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്താം.